നമസ്കാരം. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയും ലോകത്തിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവും തമ്മിലുള്ള തർക്കം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു. എന്നാൽ കാലം മായ്ക്കാത്ത മുറിവുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. അതാണ് ട്രംപ് മസ്ക് ബന്ധത്തെ വീണ്ടും കൂട്ടിച്ചേർക്കുന്നത്. എന്തായാലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിണക്കം മറന്ന് വീണ്ടും ഒന്നിക്കുന്നതിന്റെ സൂചന നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശതകോടീശ്വരനുമായ എക്സ് മേധാവിയുമായ ഇലോൺ മസ്ക്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ഇലോൺ മസ്ക് പങ്കെടുത്തത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രചാരണത്തിൽ മുന്നിൽ നിന്ന വ്യക്തിയാണ് ശതകോടീശ്വരനായ ഇലോൺ മസ്ക്. ഏകദേശം $277 മില്യൺ മസ്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചു എന്നാണ് കണക്ക്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണമൊഴുക്കിയ വ്യക്തി. കമല ഹാരിസിനെ പരാജയപ്പെടുത്തി US പ്രസിഡന്റ് പദവിയിൽ അവരോധിതനായി ട്രംപ് വിജയത്തിനു ശേഷം ഏറ്റവും നന്ദി പറഞ്ഞതും മസ്കിനോടായിരുന്നു. കൂടാതെ ക്യാബിനറ്റിൽ കീഴിൽ എഫിഷ്യൻസി എന്നൊരു പുതിയ സംവിധാനം ഉണ്ടാക്കി അതിന്റെ തലപ്പത്ത് മസ്കിനെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ ഇരുവരും തമ്മിലുള്ള നല്ല ബന്ധത്തിന് അധികകാലം ആയുസുണ്ടായിരുന്നില്ല. ഈ വിഭാഗത്തിന്റെ തലപ്പത്ത് നിന്നും രാജിവെച്ചൊഴിഞ്ഞ മസ്ക് ട്രംപ് വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെ മസ്ക് തിരിച്ചും ട്രംപിനെ വ്യക്തിപരമായ വിമർശനം അടക്കം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ തർക്കം വഴിത്തിരിവിലേക്കായി. തെറ്റിപ്പിരിഞ്ഞ ശേഷം ഇത് രണ്ടാം തവണയാണ് ഇരുവരും ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അമേരിക്കൻ വലതുപക്ഷ യാഥാസ്ഥിതികനായ ചാർലി കിർക്കിന്റെ ശവസംസ്കാര ചടങ്ങിലായിരുന്നു ഇതിനു മുമ്പ് ഇരുവരും ഒന്നിച്ചെന്ന് പങ്കെടുത്തത്. അന്ന് ഇരുവരും ഹസ്തദാനം ചെയ്തതും വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ ട്രംപ് ഒരുക്കിയ അത്താഴ വിരുന്നിലെ ദൃശ്യങ്ങളും ചർച്ചയാവുന്നുണ്ട്. അമേരിക്കയിൽ ട്രംപിനെ അധികാരത്തിലേറ്റുന്നതിൽ ഇലോൺ മസ്ക് സുപ്രധാനമായ പങ്ക് വഹിച്ചിരുന്നു. തിരഞ്ഞെടുപ്പുകളിലുടനീളം തന്റെ സാന്നിധ്യവും അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു. കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ മസ്ക് വൈറ്റ് ഹൗസിൽ നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടുന്നതിലും ചില വകുപ്പുകൾ നിർത്തലാക്കുകയും ചെയ്തിരുന്നു. ലോകം കണ്ട എക്കാലത്തെയും മികച്ച ബിസിനസ്സുകാരനിൽ ഒരാളാണ് മസ്ക് എന്നായിരുന്നു ഓവൽ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് അന്ന് പറഞ്ഞത്. എന്നാൽ ആ പുകഴ്ത്തലിന് ദിവസങ്ങളോളം മാത്രമായിരുന്നു ആയുസ്. അമേരിക്കൻ സർക്കാർ പാസാക്കിയ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന്റെ പേരിലാണ് മസ്ക് ട്രംപിനെതിരെ ആക്രമണം തുടങ്ങിയത്. ഈ ബില്ലിൽ അമേരിക്കയ്ക്ക് ഒരു ഗുണവും ചെയ്യില്ല എന്നും പകരം ബാധ്യതകളാണ് ഉണ്ടാക്കുന്നത് എന്നും മസ്ക് തുറന്നടിച്ചു. ബില്ലിനോട് മസ്ക് വിയോജിച്ചത് ട്രംപിനെ രോഷാകുലനാക്കുകയായിരുന്നു. ഇലോൺ എന്റെ നല്ല സുഹൃത്തായിരുന്നു, എന്നാൽ ഇനി ആ ബന്ധം അങ്ങനെ തുടരുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയായിരുന്നു ട്രംപ് അന്ന് തുറന്നു പറഞ്ഞത്. ഈ ബില്ലിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ആൾ മസ്ക് ആണെന്നും ഡോജിൽ നിന്നും രാജിവെക്കുന്ന അദ്ദേഹത്തിന് യാതൊരു വിയോജിപ്പും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഈ ബില്ല് തന്നെ ഒരിക്കൽ പോലും കാണിച്ചിരുന്നില്ല എന്നും കോൺഗ്രസിൽ ആർക്കും വായിക്കാൻ പോലും സമയമില്ല ധൃതിപ്പെട്ടാണ് പാസാക്കിയതെന്നും മസ്ക് തിരിച്ചടിച്ചു. അങ്ങനെ ഇരുവരുടെയും വാക്പോരുകൾ അന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നതാണ്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇരു ശക്തികളും തമ്മിൽ ഒത്തുചേരാൻ പോകുന്നത്. അതിന്റെ സൂചനകളാണ് ഈ അത്താഴ വിരുന്നിന്റെ ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച